കാലിബ്രേഷൻ ഓഫ് എനർജി മീറ്റർ ബൈ ഡയറക്റ്റ് ലോഡിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഇതിൽ നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാനുള്ള എനർജി മീറ്റർ ഉണ്ടായിരിക്കും. ഈ എനർജി മീറ്റർ എന്ന് പറയുന്നത് 10 ആംപിയർ 240 വോൾട്ട്. അതിൻ്റെ എനർജി മീറ്റർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 1200 റൊട്ടേഷൻ പെർ യൂണിറ്റ് ആണ്, kWh. ഇനി ഇവിടെ തന്നിരിക്കുന്ന പോലെ തന്നെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കും. ഓട്ടോ ട്രാൻസ്ഫോമർ കൂടാതെ ഇവിടെ ഒരു DP സ്വിച്ച്, ഫ്യൂസ്, ന്യൂട്രൽ ലിങ്ക് കാണും. ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്കിവിടെ 230 ആണ് കൊടുക്കേണ്ടത്. അതിനത് അറിയാൻ വേണ്ടി ഒരു 300 വോൾട്ടിൻ്റെ ഒരു മൂവിങ് ആൻഡ് വോൾട്ട് മീറ്റർ ഉണ്ടായിരിക്കും. ഇതിന് പാരലായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിന് പാരലായിട്ട് കൊടുത്തിരിക്കും. ഇനി ഇവിടെ വരുന്ന കറണ്ട് അളക്കാൻ വേണ്ടി ഒരു അമ്മീറ്റർ ഉണ്ടായിരിക്കും. ആ ഒരു 15 ആംപിയറിൻ്റെ അമ്മീറ്ററാണ്, മൂവിങ് ആണ്. നമ്മൾ 15 ആംപിയറിലാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് 15 തന്നെയാണ്, നേരിട്ട് അളക്കാൻ പറ്റും. ഈ അമ്മീറ്റർ വഴി ഫേസ് ഈ അമ്മീറ്ററിൽ വന്ന് അമ്മീറ്റർ വഴി കയറി വാട്ട് മീറ്ററിൻ്റെ എമ്മിൽ വരും. എമ്മിൽ നിന്ന് സിയിലോട്ട് ലിങ്ക് ചെയ്തിരിക്കും. എല്ലിൽ നിന്ന് വയറെടുത്തിട്ട് എനർജി മീറ്ററിൻ്റെ ഫേസ് ഇൻപുട്ടിൽ കൊടുത്തേക്കും. ഇവിടെ ചുമലയാണ് ഫേസ് ഇൻപുട്ട്, അവിടെ കൊടുത്തേക്കും. അവിടുന്ന് ഫേസ് ഔട്ട്പുട്ട് എടുത്തിട്ട് നമുക്കിവിടെ ഒരു ലാമ്പ് ലോഡാണ് കൊടുത്തേക്കുന്നത്. ആ ലാമ്പ് ലോഡിലേക്ക് കൊടുത്തേക്കുവാണ്. ഇനി ഇതുപോലെ തന്നെ അടുത്തത് ന്യൂട്രൽ ഇവിടെ നിന്ന് വരുന്നു. ന്യൂട്രൽ ലിങ്ക് ന്യൂട്രൽ വരുന്നു. ന്യൂട്രൽ ഇവിടെ വന്നിട്ട് വാട്ട് മീറ്റർ നമ്മൾ കൊടുത്തേക്കുന്ന വാട്ട് മീറ്ററിൻ്റെ പ്രഷർ കോയിൽ 300 വോൾട്ടിൽ കൊടുത്തു. അവിടെ നിന്ന് എടുത്തിട്ട് ഈ ബ്ലാക്ക് വയർ എടുത്തിട്ട് എനർജി മീറ്ററിൻ്റെ ഇൻപുട്ടിൻ്റെ ന്യൂട്രലിൽ കൊടുക്കുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് ന്യൂട്രൽ എടുത്തിട്ട് നേരെ നമ്മുടെ ലാമ്പ് ലോഡിലേക്ക് കൊടുത്തേക്കുന്നു. ഇനി ഈ വാട്ട് മീറ്റർ നോക്കിയറിയാം. ഈ വാട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് ഇത് 10-20 ആംപിയറിൻ്റെ വാട്ട് മീറ്ററാണ്. നമ്മളിവിടെ 10ലാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ വോൾട്ടേജ് 300 ആണ്. 10 × 300 നേരെ 3000 ആണ് ഇതിൻ്റെ ഇത് കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഡയൽ എന്ന് പറയുന്നത് 750 വാട്ട്സിലാണ്. നേരം 750 × 4 ആണ് 3000. അതുകൊണ്ട് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 4 ആയിരിക്കും. ഇതിനെ 4 കൊണ്ട് ഗുണിച്ചിട്ട് വേണം റീഡിങ് എഴുതാൻ. അമ്മീറ്ററിൽ നേരിട്ട് എഴുതാൻ പറ്റും, വോൾട്ട് മീറ്ററിൽ നേരിട്ട് കിട്ടും. ഇനി ഈ എനർജി മീറ്ററിൽ നമ്മൾ പറഞ്ഞ 1200 റൊട്ടേഷൻ ചെയ്യുമ്പോഴാണ് ഒരു kWh ആകുന്നത്. ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് വാച്ച് ഉണ്ടായിരിക്കും. ഈ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് ഈ എനർജി മീറ്ററിൽ 5 റൊട്ടേഷൻ വേണ്ട സമയം നമ്മൾ കണക്ക് കൂട്ടി ചെയ്യുന്നു. ഇനി എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. സ്വിച്ച് ഓൺ ചെയ്തു. ഓട്ടോ ട്രാൻസ്ഫോമറിൽ വെച്ചിട്ട് വോൾട്ട് മീറ്റർ നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 230 വോൾട്ട് നമ്മളിവിടെ കൊടുക്കുന്നു. 230 വോൾട്ട് കൊടുത്തപ്പോഴത്തേക്കും ഇപ്പോൾ ഇവിടെ ലോഡൊന്നും ഇല്ല. അതുകൊണ്ട് വാട്ട് മീറ്ററിലും പവറൊന്നും കാണുന്നില്ല. വാട്ട് മീറ്ററിലും 0 ആണ്. എനർജി മീറ്ററിലും യാതൊരു റീഡിങ്ങും ഇല്ല, ലോഡൊന്നും കൊടുത്തിട്ടില്ല. നമ്മളെന്ത് ചെയ്യണം, ഇനി ഒരു 2 ലാമ്പ് കൊടുക്കുന്നു. 2 ലാമ്പ് കൊടുത്തു. 2 ലാമ്പ് കൊടുത്തിട്ട് അതിൻ്റെ കറണ്ട് എടുക്കുന്നു. കറണ്ട് 1.5 ആംപിയറാണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് 230 ആണ്. വാട്ട് മീറ്റർ റീഡിങ് നമ്മൾ എടുക്കുക. വാട്ട് മീറ്റർ റീഡിങ് ഇവിടെ ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് 75 വാട്ട്സ് ആണ്. 75 × 4 കൊണ്ട് ഗുണിച്ച് എഴുതുക. ഇനി നമ്മൾ എനർജി മീറ്ററിലേക്ക് നോക്കണം. അതിൻ്റെ ഡയൽ കറങ്ങുന്നത് നോക്കുക. അതിന് ഈ സ്റ്റോപ്പ് വാച്ച് വെച്ച് നമ്മൾ 5 റൊട്ടേഷന് വേണ്ട സമയം നമ്മളിവിടെ നോക്കുന്നു. അതിന് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ സമയം എന്ന് പറയുന്നത് 43.5 സെക്കൻഡാണ്. ആ ടൈം കൊണ്ട് എഴുതുക. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ ഒരു ലോഡ് കൂട്ടണം. 2 ലാമ്പും കൂടി നമ്മൾ ഓൺ ചെയ്തിട്ട് ലോഡ് കൂട്ടിയപ്പോഴത്തേക്ക് ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് 3 ആംപിയറാണ്. 3 ആംപിയർ. ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് 170 × 4 ആണ്. ഇനി എനർജി മീറ്ററിൽ നോക്കുക. എനർജി മീറ്റർ റൊട്ടേഷൻ ചെയ്ത് നോക്കുക. സ്റ്റോപ്പ് വാച്ച് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ടൈം എന്ന് പറയുന്നത് 22 സെക്കൻഡാണ്. വീണ്ടും നമ്മൾ ഇവിടെ ലോഡ് കൂട്ടുന്നു.
ലോഡ് കൂട്ടി ഇവിടെ കറണ്ട് കൂടി. കറണ്ട് എന്ന് പറയുന്നത് ഇപ്പം 4.6 ആണ്. 4.6 ആണ് കറണ്ട്. ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് 250 × 4. ഇനി എനർജി മീറ്ററിൻ്റെ നോക്കുക. എനർജി മീറ്റർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയത് 15 സെക്കൻഡാണ്. ഇനി വീണ്ടും നമ്മളിവിടെ ലോഡ് കൂട്ടുന്നു. ലോഡ് കൂട്ടി കഴിയുമ്പോഴത്തേക്കും ഇവിടെ കറണ്ട് കൂടി. ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് 6.1 ആമ്പിയറാണ്. 6.1 ആമ്പിയറാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ വാട്ട് മീറ്റർ റീഡിങ് നോക്കുക. അത് 340 ആണ്. 340 ആണ്. 340 × 4 കൊണ്ട് ഗുണിക്കുക. അതിൻ്റെ എനർജി മീറ്ററിനുള്ള ടൈം, 5 റൊട്ടേഷനുള്ള ടൈം നമ്മൾ നോക്കി. അത് 11 സെക്കൻഡാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 2 ലാമ്പും കൂടി ഓൺ ചെയ്യുന്നു. കറണ്ട് കൂടിയപ്പോഴത്തേക്ക് ഇവിടെ കിട്ടിയേക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 7.8 ആണ്. 7.8 ആണ്. 7.8. അതിൻ്റെ പവർ എന്ന് പറയുന്നത് 440 ആണ്. 440 × 4. ഇപ്പോൾ ഇവിടുത്തെ ടൈം നമ്മൾ നോക്കുക. 5 റൊട്ടേഷൻ്റെ ടൈം നമ്മൾ ഇവിടെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും 9.5 ആണ് കിട്ടുന്നത്. വീണ്ടും നമ്മളിവിടെ ലാമ്പിൻ്റെ എണ്ണം കൂട്ടി. കറണ്ട് ഇവിടെ 9.3 വന്നു. 9.3 ആണ് ഇവിടെ കറണ്ട്. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 520 ആണ്. 520 × 4. ഇവിടെ 524 ആകുമ്പോൾ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത്, അതിന് 5 റൊട്ടേഷൻ കൊണ്ട് ടൈം എന്ന് പറയുന്നത് 8 സെക്കൻഡാണ്. വീണ്ടും നമ്മൾ 2 ലാമ്പും കൂടി കൂട്ടി. ഇവിടുത്തെ ലോഡ് കൂടി. ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് 10.8 ആണ്. 10.8 ആകുമ്പോൾ ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് 620 ആണ്. 620 × 4. ഇവിടുത്തെ ടൈം, ഇതിപ്പം വളരെ സ്പീഡിലാണ് ഓടുന്നത്. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് എനർജി മീറ്റർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, എനർജി മീറ്ററിൻ്റെ ടൈം എന്ന് പറയുന്നത് 6 സെക്കൻഡാണ്. ഇത്രയും നമ്മൾ റീഡിങ് എടുത്തു. നമ്മളിവിടെ സ്വിച്ച് ഓരോന്നായിട്ട് ഓഫ് ചെയ്ത് ലോഡെല്ലാം റിലീസ് ചെയ്തിട്ട് ഓട്ടോ ട്രാൻസ്ഫോമർ 0 സപ്ലൈ ഓഫ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ റീഡിങ് എല്ലാം വെച്ച് ഇതിൻ്റെ എറർ കണ്ടുപിടിക്കുക. ഓരോ പ്രാവശ്യവും വാട്ട് മീറ്റർ റീഡിങ്ങിനെ ഇവിടെ എനർജി മീറ്റർ ഡിസ്ക് 5 പ്രാവശ്യം കറങ്ങാൻ എടുത്ത സമയം കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ ആക്ച്വൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ എനർജി മീറ്ററിന് 5 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര എനർജി ഉണ്ടാകുമെന്ന് ഇതിൻ്റെ തിയററ്റിക്കലായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് വെച്ചാണ് നമ്മളിതിൻ്റെ എറർ കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ആ എറർ അതിൻ്റെ കറണ്ടുമായിട്ടുള്ള ഒരു ഗ്രാഫ് വരയ്ക്കണം.